ആധുനിക രാജകീയ പ്രൗഢിയോടെ ഹോട്ടൽ അമൃത വീണ്ടും തുറന്നു. പുതുക്കിയ പൈതൃക ഹോട്ടൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പോർച്ചുഗീസ് സൗന്ദര്യശാസ്ത്രം കേരളീയ സൗന്ദര്യമായി പരിണമിച്ച തലസ്ഥാനത്തെ 120 വർഷം പാരമ്പര്യമുള്ള പൈതൃക മന്ദിരം പുനരുജ്ജീവിപ്പിച്ചു. 1970-കളിൽ സിനിമാ താരങ്ങളുടെ വീടെന്ന് പ്രസിദ്ധമായിരുന്ന തൈക്കാട് അമൃത ഹോട്ടൽ പുനരുദ്ധാരണത്തിന് ശേഷം വീണ്ടും തുറന്നു. മനോഹരമായ ആധുനിക രാജകീയ പ്രൗഢിയോടെ ഹോട്ടൽ അമൃത വീണ്ടും തുറന്നു. പുതുക്കിയ പൈതൃക ഹോട്ടൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പോർച്ചുഗീസ് സൗന്ദര്യശാസ്ത്രം കേരളീയ സൗന്ദര്യമായി പരിണമിച്ച തലസ്ഥാനത്തെ 120 വർഷം പാരമ്പര്യമുള്ള പൈതൃക മന്ദിരം പുനരുജ്ജീവിപ്പിച്ചു. 1970-കളിൽ സിനിമാ താരങ്ങളുടെ വീടെന്ന് പ്രസിദ്ധമായിരുന്ന തൈക്കാട് അമൃത ഹോട്ടൽ പുനരുദ്ധാരണത്തിന് ശേഷം വീണ്ടും തുറന്നു. മനോഹരമായ പുൽത്തകിടിയും നടപ്പാതകളുമുള്ള പഴയ ഹോട്ടൽ അമൃത അരനൂറ്റാണ്ട് മുമ്പ് സിനിമാ താരങ്ങളുടെ തേൻകൂടായിരുന്നു. 1990 കാലത്തെ എസൻഡൻ ബംഗ്ലാവ് ആണ് ഹോട്ടലിലെ പൈതൃക മന്ദിരം. ഇത് അമൃത ഹെറിറ്റേജ് എന്ന പേരിൽ 5 മുറികളുള്ള അതിഥി മന്ദിരമായി മാറി. ചരിത്രം ജീവിതത്തിന്റെ ഭാഗമാകുന്നത് പോലെ അമൃത ഹെറിറ്റേജ് പഴമയുടെയും പുതുമയുടെയും സംഗമ കേന്ദ്രമാകുന്നു. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനൊപ്പം സമകാലിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഹോട്ടൽ മാനേജ്മെന്റ് നിരവധി ആധുനിക ആതിഥേയ സൗകര്യങ്ങൾ ഹോട്ടലിൽ ഒരുക്കിയിട്ടുണ്ട്. 1950-കളിലെ ഒരു നിലയുള്ള കെട്ടിടം പാശ്ചാത്യ പൗരസ്ത്യ മാതൃകകളുടെ അപൂർവത കൊണ്ട് ഹോട്ടൽ അമൃതയുടെ ഭാഗം ആകുകയായിരുന്നു. പോർച്ചുഗീസ് പൗരത്വമുള്ള യൂനിസ് ഗോമസിന്റെയും ഭർത്താവ് ടി ശിവരാമസേതു പിള്ളയുടെയും വസതി എന്ന നിലയിൽ എസൻഡൻ ബംഗ്ലാവ് പുതിയ അധ്യായം തുറക്കുകയായിരുന്നു. നവംബർ 11 രാവിലെ 10:30 കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി അമൃത ഹെറിറ്റേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൈക്കാടിന്റെ ഹരിതാഭമായ ശാന്തമായ വാസയോഗ്യ പ്രദേശത്തെ അന്തരീക്ഷത്തിൽ തിരുവിതാംകൂറിന്റെയും പോർച്ചുഗീസിന്റെയും പൈതൃകം പേറുന്നതാണ് ബംഗ്ലാവ്. വിസ്തൃതമായ സ്ഥലത്തിന് മധ്യത്തിൽ നിൽക്കുന്ന ഹോട്ടൽ പുഷ്പങ്ങളാലും വൃക്ഷങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ ഉള്ളതാണ്. അതിപ്പോൾ നഷ്ടപ്പെട്ട പ്രൗഢി വീണ്ടെടുക്കുകയാണ്. സന്ദർശകർക്ക് കാലത്തിന്റെ ഗൃഹാതുര സ്മരണകളുടെ യാത്രയാണ് അമൃത മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. പഴയകാലത്തെ രുചിയുമായി കോഹിന്നൂർ റെസ്റ്റോറൻറ്റ് ഇതിന് ഒപ്പമുണ്ടാകും. 1970-കളിൽ പ്രമുഖ സിനിമാ പ്രവർത്തകരുടെ വസതിയായിരുന്ന അമൃതയുടെ ഉള്ളറകൾ അക്കാലത്തെ ചില ചലച്ചിത്രങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പഴയ പ്രതാപത്തിനൊപ്പം ആധുനിക സൗകര്യങ്ങളും പാരമ്പര്യ ഫർണിച്ചറുകളുമായി അമൃതയിലെ 5 മുറികൾ സുഖവാസത്തിനായി ഒതുക്കിയിട്ടുണ്ട്. അകത്തളങ്ങളിൽ കലയുടെ സചിത്ര വർണ്ണങ്ങളും പ്രകടമാകും. 1990-കളിലാണ് കേരള സമൂഹം പുതിയ ജീവിത ശൈലിയിലേക്ക് മാറുന്നത്. യൂറോപ്യൻ സ്വാധീനം അതിന് പ്രേരകമായിരുന്നു. അമൃത ഹെറിറ്റേജിൽ സെൻട്രൽ ഹാളിന് സമീപത്ത് മുറികളും പ്രത്യേക വരാന്തകളുമുള്ള കിടപ്പുമുറികളുമുണ്ട്. ഡൈനിങ് ഏരിയയും വിശാലമാണ്. എല്ലാ സന്ദർശകർക്കും ഗുണപരമായ സേവനവും സൗകര്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ കൃഷ്ണപ്രസാദ്. പഴമയും പുതുമയും ചേർന്ന കുശിനിയിൽ പതിറ്റാണ്ടുകളുടെ പ്രവൃത്തി പരിചയമുള്ള സംഘമാണ് അടുക്കളയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച പ്രസിദ്ധനായ തായ് ഫുഡ് കൺസൾട്ടന്റ് പിനാക്ജായുടെ പരിശീലനം നേടിയ ജീവനക്കാരാണ് ഓറിയന്റൽ ഫുഡ് തയ്യാറാക്കുന്നത്. തലസ്ഥാനത്ത് ആദ്യമായി പുൽത്തകിടിയിരുന്ന് ആഹാരം കഴിക്കാമെന്ന സൗകര്യവും അമൃത ഹെറിറ്റേജ് തിരിച്ചു കൊണ്ടുവരുന്നു. ബാങ്കറ്റിന് പറ്റിയ ഒരു പ്രശാന്തമായ അന്തരീക്ഷവും അമൃത ഹോട്ടലിന് ഉണ്ട്. അമൃതയുടെ ഉദ്ഘാടനത്തിന് വന്ന താരനിരയുടെ ചിത്രങ്ങളും വിശേഷങ്ങളുമാണ് ഇനി. ആധുനിക രാജകീയ പ്രൗഢിയോടെ ഹോട്ടൽ അമൃത വീണ്ടും തുറന്നു. പുതുക്കിയ പൈതൃക ഹോട്ടൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പോർച്ചുഗീസ് സൗന്ദര്യശാസ്ത്രം കേരളീയ സൗന്ദര്യമായി പരിണമിച്ച തലസ്ഥാനത്തെ 120 വർഷം പാരമ്പര്യമുള്ള പൈതൃക മന്ദിരം പുനരുജ്ജീവിപ്പിച്ചു. 1970-കളിൽ സിനിമാ താരങ്ങളുടെ വീടെന്ന് പ്രസിദ്ധമായിരുന്ന തൈക്കാട് അമൃത ഹോട്ടൽ പുനരുദ്ധാരണത്തിന് ശേഷം വീണ്ടും തുറന്നു. മനോഹരമായ പുൽത്തകിടിയും നടപ്പാതകളുമുള്ള പഴയ ഹോട്ടൽ അമൃത അരനൂറ്റാണ്ട് മുമ്പ് സിനിമാ താരങ്ങളുടെ തേൻകൂടായിരുന്നു.
1900 കാലത്തെ എസൻഡൻ ബംഗ്ലാവാണ് ഹോട്ടലിലെ പൈതൃക മന്ദിരം. ഇത് അമൃത ഹെറിറ്റേജ് എന്ന പേരിൽ 5 മുറികളുള്ള അതിഥി മന്ദിരമായി മാറി. ചരിത്രം ജീവിതത്തിന്റെ ഭാഗമാകുന്നത് പോലെ അമൃത ഹെറിറ്റേജ് പഴമയുടെയും പുതുമയുടെയും സംഗമ കേന്ദ്രമാകുന്നു. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനൊപ്പം സമകാലിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഹോട്ടൽ മാനേജ്മെന്റ് നിരവധി ആധുനിക ആതിഥേയ സൗകര്യങ്ങൾ ഹോട്ടലിൽ ഒരുക്കിയിട്ടുണ്ട്. 1950കളിലെ ഒരു നിലയുള്ള കെട്ടിടം പാശ്ചാത്യ പൗരസ്ത്യ മാതൃകകളുടെ അപൂർവത കൊണ്ട് ഹോട്ടൽ അമൃതയുടെ ഭാഗം ആകുകയായിരുന്നു. പോർച്ചുഗീസ് പൗരത്വമുള്ള യൂനിസ് ഗോമസിന്റെയും ഭർത്താവ് ടി ശിവരാമസേതു പിള്ളയുടെയും വസതി എന്ന നിലയിൽ എസൻഡൻ ബംഗ്ലാവ് പുതിയ അധ്യായം തുറക്കുകയായിരുന്നു. നവംബർ 11 രാവിലെ 10:30 കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി അമൃത ഹെറിറ്റേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൈക്കാടിന്റെ ഹരിതാഭമായ ശാന്തമായ വാസയോഗ്യ പ്രദേശത്തെ അന്തരീക്ഷത്തിൽ തിരുവിതാംകൂറിന്റെയും പോർച്ചുഗീസിന്റെയും പൈതൃകം പേറുന്നതാണ് ബംഗ്ലാവ്. വിസ്തൃതമായ സ്ഥലത്തിന് മധ്യത്തിൽ നിൽക്കുന്ന ഹോട്ടൽ പുഷ്പങ്ങളാലും വൃക്ഷങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ ഉള്ളതാണ്. അതിപ്പോൾ നഷ്ടപ്പെട്ട പ്രൗഢി വീണ്ടെടുക്കുകയാണ്. സന്ദർശകർക്ക് കാലത്തിന്റെ ഗൃഹാതുര സ്മരണകളുടെ യാത്രയാണ് അമൃത മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. പഴയകാലത്തെ രുചിയുമായി കോഹിന്നൂർ റെസ്റ്റോറന്റ് ഇതിന് ഒപ്പമുണ്ടാകും. 1970കളിൽ പ്രമുഖ സിനിമാ പ്രവർത്തകരുടെ വസതിയായിരുന്ന അമൃതയുടെ ഉള്ളറകൾ അക്കാലത്തെ ചില ചലച്ചിത്രങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പഴയ പ്രതാപത്തിനൊപ്പം ആധുനിക സൗകര്യങ്ങളും പാരമ്പര്യ ഫർണിച്ചറുകളുമായി അമൃതയിലെ 5 മുറികൾ സുഖവാസത്തിനായി പുതുക്കിയിട്ടുണ്ട്. അകത്തളങ്ങളിൽ കലയുടെ സചിത്ര വർണ്ണങ്ങളും പ്രകടമാകും. 1990കളിലാണ് കേരള സമൂഹം പുതിയ ജീവിതശൈലിയിലേക്ക് മാറുന്നത്. യൂറോപ്യൻ സ്വാധീനം അതിന് പ്രേരകമായിരുന്നു. അമൃത ഹെറിറ്റേജിൽ സെൻട്രൽ ഹാളിന് സമീപത്ത് മുറികളും പ്രത്യേക വരാന്തകളുമുള്ള കിടപ്പുമുറികളുമുണ്ട്. ഡൈനിങ് ഏരിയ വിശാലമാണ്. എല്ലാ സന്ദർശകർക്കും ഗുണപരമായ സേവനവും സൗകര്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ കൃഷ്ണപ്രസാദ്. പഴമയും പുതുമയും ചേർന്ന കുശിനിയിൽ പതിറ്റാണ്ടുകളുടെ പ്രവൃത്തി പരിചയമുള്ള സംഘമാണ് അടുക്കളയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച പ്രസിദ്ധനായ തായ് ഫുഡ് കൺസൾട്ടന്റ് പിനാക്ജായുടെ പരിശീലനം നേടിയ ജീവനക്കാരാണ് ഓറിയന്റൽ ഫുഡ് തയ്യാറാക്കുന്നത്. തലസ്ഥാനത്ത് ആദ്യമായി പുൽത്തകിടിയിരുന്ന് ആഹാരം കഴിക്കാമെന്ന സൗകര്യവും അമൃത ഹെറിറ്റേജ് തിരിച്ചു കൊണ്ടുവരുന്നു. ബാങ്കറ്റിന് പറ്റിയ ഒരു പ്രശാന്തമായ അന്തരീക്ഷവും അമൃത ഹോട്ടലിന് ഉണ്ട്. അമൃതയുടെ ഉദ്ഘാടനത്തിന് വന്ന താരനിരയുടെ ചിത്രങ്ങളും വിശേഷങ്ങളുമാണ്. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇനി ബിജു രമേശ് സർ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് രാജധാനി ഗ്രൂപ്പ്. I kindly request Biju Ramesh sir to please come on to the stage. പുള്ളി വിട്ടു ആദ്യം അമൃതമായി സിനിമാക്കാരുടെ ജീവിതത്തിൽ 71 ഒഴുകി തുടങ്ങിയിട്ടുള്ളൂ. ആ ഒഴുക്ക് ഇടയ്ക്ക് നിലച്ചു എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. ഈ റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു 2 തവണ ഇവിടെ അക്വയർമെന്റ് നടന്നപ്പോഴും അതിനോട് സഹകരിച്ച് കുറേശ്ശെ മുറിച്ചു കൊടുത്തപ്പോൾ ഒരുപക്ഷെ ചരിത്രമുറങ്ങുന്ന ചില മുറികളുടെയൊക്കെ അംശങ്ങളാണ് മുറിച്ചു കൊടുക്കേണ്ടി വന്നത്. ഞാൻ പ്രധാനമായിട്ട് ഓർക്കുന്നത് നസീർ സാറിന്റെ ഒരു സിനിമ ചരിത്രം ഈ ഒരു പദ്ധതിയോട് ചേർന്ന് കിടക്കുന്നു എന്ന് പറയുന്നത് വളരെ വൈകാരികമായ ഒരു വിഷയമാണ് നമുക്ക്. പക്ഷെ വികസനത്തിന് വേണ്ടി
പൈതൃകമായി ലഭിച്ച അപ്പനപ്പൂപ്പന്മാരെല്ലാം ഒരു അപ്പൂപ്പന്മാരുടെ പരമ്പരയൊക്കെ കൈവശം വെച്ചിരുന്ന അവരുടെ നിലവുകൾ ഇപ്പോഴും മങ്ങാതെ നിഴലിക്കുന്ന ചില പ്രദേശങ്ങൾ ഇന്ന് പെരുവഴിയിലേക്ക് ചേർത്തതിന്റെ വേദന ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആ കുടുംബത്തിലെ അംഗങ്ങൾക്കുണ്ടാകും. പക്ഷെ രാജ്യത്തിന് വേണ്ടി എന്ന് പറയുന്ന സമർപ്പണ ബുദ്ധിക്ക് അവിടെ വില കൂടി വരും. അതൊരു സഹകരണമാണ്. അതിന് കാശ് കിട്ടുന്നുണ്ടാവും, കാശ് വളരെ വലിയ തോതിൽ കിട്ടുന്നുണ്ടാവും. ഇന്ന് നാഷണൽ ഹൈവേ പദ്ധതികളുടെ എല്ലാം വികസനത്തിനായി എടുക്കുന്ന സ്ഥലങ്ങൾക്ക് അത്യധികമായ പൈസയാണ് നമുക്ക് നൽകിയത് വാങ്ങേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ടോൾ ഗേറ്റുകളുടെ എല്ലാം പ്രസക്തി നമുക്കൊരു പക്ഷേ ചോദ്യം ചെയ്യാൻ പറ്റാതെ പോകുന്നതും ആ കാരണം കൊണ്ടാണ്. ഞാൻ ഈ ഒരു അമൃതയുടെ ഒരു സംഭാവന എന്ന് പറയുമ്പോൾ തൈക്കാട് പ്രദേശത്താകമാനം ബാധിക്കുന്ന ഓരോ 10 വർഷം കൂടുമ്പോഴും നമുക്ക് ബോട്ടിൽ നെക്കുകൾ കൂടി വരികയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന നമ്മുടെ ഈ ഫ്ലൈ ഓവറിന് പക്ഷേ ഇന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. റെയിൽവേ സ്റ്റേഷന്റെ എനിക്ക് തോന്നുന്നു ഒരു ഡീസെൻട്രലൈസേഷൻ വരുന്നതോടുകൂടി അതും സൗകര്യപ്പെടുത്താനുള്ള എല്ലാ വകയും ഉണ്ടാകും. തിരുവനന്തപുരം നഗരത്തിന്റെ ജീവിതം അതിന് മുൻതൂക്കം നൽകുന്ന തരത്തിലുള്ള റെയിൽവേയുടെ വികസനത്തിനുള്ള ഒരുപക്ഷെ ആരും വിചാരിച്ചിരിക്കാത്ത ചില പദ്ധതികൾ കേന്ദ്ര റെയിൽവേ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇത് മൊത്തത്തിൽ തിരുവനന്തപുരത്തിന്റെ ജീവനാടി, ക്രയവിക്രയം അവിടെ ഉണ്ട് എങ്കിൽ പോലും ആ ജീവനാടിക്ക് ശക്തമായ നിലനിൽപ്പിനുള്ള എല്ലാ അവസ്ഥകളും ഒരുക്കുന്നത് ഇപ്പൊ ഇവിടെ ഈ അമൃതയുടെ ഒരു പ്രൊമൈസസിനകത്തുള്ള ഒരു പ്രകൃതിയുടെ അംശം എന്ന് പറയുന്നത് പോലും ഇസ് എ കോൾ, ഇൻവൈറ്റ് ആൻഡ് ഓൾസോ എ ഹ്യൂജ് മെസ്സേജ്. ഞാൻ 86-ലാണ് 85 മുതൽ ഇവിടെ വരവ് തുടങ്ങിയിരുന്നെങ്കിലും 86-ലാണ് ഒരുപക്ഷെ കീർത്തിയിൽ നിന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടി. അമൃതയിലേക്ക് എവർഷൈൻ പ്രൊഡക്ഷൻസ് ആണ് ആദ്യം കൊണ്ടുവന്ന് ഇവിടെ മുറിയെടുത്ത് തന്ന് താമസിപ്പിക്കുന്നത്. അന്ന് എവർഷൈൻ പ്രൊഡക്ഷൻസിന്റെ ഇപ്പോഴത്തെ സുബ്രഹ്മണ്യം എന്ന് വിളിക്കുന്ന മണിയണ്ണ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഏയ് സുരേഷ്, ഉനക്ക് തെരിയുമാ, നീ தங்க போற ரூம் நசீர் சார் வந்து தங்கின ரூமுக்கு அடுத்த ரூம். அப்படி ஒரு பெருமை உனக்கு கிடைச்சிருக்கீங்க. அப்பா சொல்லிச்சு, கோபியோட பையனுக்கு அந்த ரூம் தான் கொடுக்கணும், அதனால அதை அரேஞ்ச் பண்ணி வச்சிருக்கேன். ഞാൻ വന്ന് ആദ്യം താമസിക്കുന്ന ചെറിയ മുറിയാണ്. അതാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടിയെത്തുന്ന ഒരു പൂവിന് പുതിയ പൂന്തന്നലിന്റെ ഷൂട്ടിംഗ് തീർത്ത് 2 ദിവസത്തെ വർക്ക് ബാക്കി വെച്ചുകൊണ്ടാണ് സായം സന്ധ്യ എന്ന് പറയുന്ന എവർഷൈൻ പ്രൊഡക്ഷൻസിന്റെ സിനിമ ഷൂട്ടിങ്ങിനായി 86 ഓഗസ്റ്റിലാണ് ഞാൻ വന്ന് ഇവിടെ ആദ്യമായിട്ട് താമസിക്കുന്നത്. അതിനു മുമ്പ് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരുപാട് സംവിധായകരെയും നിർമ്മാതാക്കളെയും എല്ലാം കാണുന്നതിന് വേണ്ടി അനവധി തവണ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. വന്നപ്പോഴൊക്കെ ഈ കണ്ണന് വണങ്ങിയിട്ടല്ലാതെ ഞാൻ ഇതിനകത്ത് കാലുകുത്തിയിട്ടില്ല. ഓട്ടോയിൽ വന്നിറങ്ങിയാലും ബസ്സിൽ വന്നിറങ്ങിയാലും അവിടെ നിന്ന് നടന്നു കയറി വന്ന് ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇതിന്റെ ലോബിയിലേക്കും റിസപ്ഷനിലേക്കും പോകുന്നതും. അവിടെ കാത്തിരുന്ന് അവര് വിളിപ്പിച്ച മുറിയിലേക്ക് ചെന്ന് കാണും. അതല്ല, അവരെപ്പോഴെങ്കിലും ഇറങ്ങി വരുമ്പോൾ അവിടെ ലോബിയിൽ വെച്ച് കാണും. അവിടെ തന്നെ ഒരു ചെറിയ മുറിയുണ്ട്, അവിടെ വിളിച്ചിരുത്തി സംസാരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് അമൃതയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളത്. താമസം തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു അതേ സെപ്റ്റംബറിൽ ശംഖനാഥം എന്ന് പറയുന്ന TS സുരേഷ് ബാബുവിന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട്, അത് രതീഷ് ഏട്ടൻ അന്ന് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. രതീഷ് ഏട്ടൻ നസീർ സാർ താമസിച്ചിരുന്ന മുറിയിലാണ് സ്ഥിരം താമസിക്കുന്നത്. രതീഷ് ഏട്ടൻ പറഞ്ഞ്, ഞാൻ 2 ദിവസത്തേക്ക് ചേർത്തലയ്ക്ക് പോവുക, നീ വന്നാ നസീർ സാറ് കിടന്നുറങ്ങിയ മുറിയിലൊന്ന് കിടന്നുറങ്ങ്. ആ മതിലുകൾക്കെല്ലാം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശ്വാസം പറ്റിയ ഒരു നിർവൃതിയുണ്ട്, അതൊന്ന് നുകർന്ന് നീ ഉറങ്ങെന്ന് പറഞ്ഞ് എന്നെ ആ മുറിയിലേക്ക് മാറ്റിയതാണ് മറ്റൊരു
ജീവിതത്തിലെ മറ്റൊരു വിലമതിക്കാനാവാത്ത മുഹൂർത്തം. അപ്പോൾ അങ്ങനെ നിരവധി മുഹൂർത്തങ്ങൾ ഇപ്പോഴും ഒരുപക്ഷെ ഇടക്കാലത്തൊന്ന് മയങ്ങിപ്പോയെങ്കിലും വീണ്ടും അത് ഉണർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ പ്രസ്ഥാനം സ്ഥാപിച്ച മഹാന്റെയും മഹതിയുടെയും മകൻ കൃഷ്ണപ്രസാദിന് അതിനെ പുനർജീവിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപക്ഷെ ഇതൊക്കെ ഞങ്ങളുടെ അവകാശം എന്ന നിലയ്ക്കാണ് ഞാൻ മര്യാദാപൂർവം ഇവിടെ കൃഷ്ണപ്രസാദിനെയും കുടുംബത്തിനെയും ആദരിക്കാൻ എനിക്ക് തോന്നുന്നു. പലപ്പോഴും എനിക്ക് ആ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം അത് പറയുമെന്ന് എനിക്ക് തോന്നി. ഞാൻ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ടെങ്കിലും പ്രസാദിനോട് പറയുന്നുണ്ട്, ഒന്ന് സഹോദരങ്ങളെല്ലാം ഒത്തുചേർന്ന് ഇതൊന്ന് വീണ്ടും തുടങ്ങണം എന്നാവശ്യപ്പെടുന്നുണ്ട്. അത് അദ്ദേഹം പറയാൻ മറന്നുപോയതാണെന്നാണ് തോന്നുന്നത്. ആ ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ്. ആഗ്രഹിച്ചതുകൊണ്ട് പറഞ്ഞതാണ്. ഒരുപക്ഷെ ഇവിടുത്തെ ഞാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ, എല്ലാവരും ക്ഷമിക്കണം. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തൽക്കാലം അവകാശം സുരേഷ് കുമാറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുക്കും. മേനകാ സുരേഷ് ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുക്കും. കാരണം സുരേഷിനാണ് എന്നേക്കാൾ കൂടുതൽ ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടാവും. അതൊക്കെ ഭയങ്കര ആർദ്രമായ മുഹൂർത്തങ്ങളാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. സുരേഷിനെയൊക്കെ ജീവിതം തുടങ്ങുന്നത് ഒരുപക്ഷെ ഇവിടെ നിന്നായിരുന്നു. ചെന്നൈയിലെ അംശങ്ങളൊക്കെ ഒഴിച്ചു വെച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്നതല്ല, എങ്കിലും അത് മാറ്റി നിർത്തിയാൽ എനിക്ക് തോന്നുന്നു സുരേഷ് കുമാറിന്റെയും സനൽകുമാറിന്റെയും അപ്പി രാധാകൃഷ്ണന്റെയും ഒക്കെ ജീവിതത്തിന്റെ ഒരു തേങ്ങലുകളോടെ ഒരു തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും. നമ്മുടെ തിരുവങ്കടം സ്വാമിയെ കാണാൻ വരുന്നത് നാന ഗ്രൂപ്പിന്റെ റെഡ്ഡിയാരുടെ സഹോദരൻ എവർഷൈൻ അപ്പച്ചിയായിട്ടുള്ള ബന്ധം. ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടെങ്കിലും വചനം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ താമസിക്കുന്ന സമയത്ത് 88 അവസാനം 89 ആദ്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. മഴയില്ലാത്ത സമയത്ത് മഴ പെയ്യിച്ച് 3 ദിവസം ശ്രീ ലെനിൻ രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ സിനിമയാണ്. അപ്പോൾ ഷോട്ട് എടുക്കാൻ ഒരുപാട് താമസിക്കും. മഴയൊക്കെ പെയ്യിച്ചുകൊണ്ടിരിക്കും. അതിന് വെള്ളം തീർന്നാൽ പിന്നെ 1 മണിക്കൂർ എടുക്കും അത് പോയി നിറച്ച് തിരിച്ചു വരാൻ. അങ്ങനെ 2-3 ഫയർ എഞ്ചിനൊന്നും അന്ന് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ രാത്രി മുഴുവൻ നനഞ്ഞു കിടക്കണം. തല മാത്രം തോർത്തിത്തരാൻ ആള് വരും. പക്ഷെ ഈ നനവോടെ കിടന്ന് എൻ്റെ ഈ വലത്തെ തൊടയുടെ മുകളിൽ വലിയ ആപ്സസും ചെറുതായിട്ടൊരു പരുവായിട്ട് വന്ന് അതങ്ങ് മൂർച്ഛിച്ച് ഒരു ദിവസം രാത്രി കരഞ്ഞുകൊണ്ടാണ് അന്ന് ആ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ജയറാം തന്നെ പോയി പറഞ്ഞു, അവന് പറ്റത്തില്ല, നിർത്തിവെക്കും, നമുക്ക് പിന്നെടുക്കാം എന്ന് പറഞ്ഞ് വന്ന് വെളുപ്പിന് ഒരു 6 മണിക്കോ മറ്റോ വന്ന് കിടന്ന് ഉറങ്ങിയതാണ്. അപ്പം എൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് ജയറാം, അതിന് തൊട്ടപ്പുറത്ത് ചാരുഹാസൻ സാറുണ്ട്, അതിനും അപ്പുറത്ത് രഞ്ജിനി ചിത്രത്തിൽ അവരൊക്കെ താമസിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് കിടന്ന് ഉറങ്ങുകയാണ്. ജയറാം പറഞ്ഞ് ഞാനിത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് ഗാന്ധിമതി ബാലേട്ടനെയും വിളിച്ചുകൊണ്ട് വന്നു. അപ്പം എന്നെ കൊണ്ട് മലത്തി കിടത്തിയിട്ട് ആദ്യം തന്നെ എനിക്ക് ഒരു മഗ്ഗിനകത്ത് ബിയർ ഒഴിച്ചു തന്നു. ഇത് കുടിച്ചാൽ നീ ബോധം കെടും, എനിക്കറിയാം. എന്നെ അത് കുടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് മലത്തി അങ്ങോട്ട് കിടത്തിയിട്ട് ഈ ബാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞ അവൻ്റെ കൈ പിടിച്ചു, അവൻ്റെ ഇടി എനിക്ക് താങ്ങത്തില്ല. എന്നിട്ട് എൻ്റെ കാലെടുത്ത് ചവിട്ടാതിരിക്കാൻ വേണ്ടി എൻ്റെ 2 കാലും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി എനിക്ക് അഭിമുഖമായിട്ട് കാലിൻ്റെ പുറത്ത് ഇരുന്നു, മുട്ടുമടക്കി ഫുൾ വെയിറ്റ് ഇട്ടിരുന്നിട്ട് ഈ ആപ്സസ് ഈ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ തടവി കൊണ്ടുവന്നിട്ട് ഒറ്റ ഞെക്കിയിട്ട് ഞാൻ അലറിയൊരു വിളി വിളിച്ചു. എനിക്കന്ന് സത്യം ഞാൻ കിളുന്തുമായിരുന്നു, പക്ഷെ എനിക്ക് ഇത്തിരി മതി, പെയിൻ ഒട്ടും സഹിക്കാത്ത ആളായിരുന്നു. ഇത് പിന്നെ ജയറാമിന്റെ കഥകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴും എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന കഥയും ആ ആപ്സസിലെ ആണി ഞാനങ്ങോട്ട് ഞെക്കിയപ്പോഴേക്കും പൊട്ടിത്തെറിച്ചിട്ട് അത് നേരെ
അമൃതയുടെ റൂഫിൽ പോയി അടിച്ച് അവിടെ ഒരു ചോരപ്പാടും കുറച്ച് മഞ്ഞ കളറിൽ അതിന്റെ പശു എല്ലാം കൂടെ പതിഞ്ഞു എന്നാണ് കഥ. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരുപാട് സന്തോഷവും വളർച്ചയുടെ മുഹൂർത്തങ്ങളും ഒക്കെ സമ്മാനിച്ച ഈ സ്ഥാപനത്തിൽ എന്റെ ചോരപ്പാടും വീണിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഈ നിലവിളി കേട്ട് അടുത്ത മുറിയിലുണ്ടായിരുന്ന ചാരുഹാസൻ സാർ അന്ന് വയസ്സുള്ളതുകൊണ്ട് അദ്ദേഹം ഉണർന്നിട്ടില്ല, നല്ല ഉറക്കമായിരുന്നു. രഞ്ജിനി അമ്മയൊക്കെ ഓടിയെത്തി, എന്തോ കൊലപാതകം നടക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തോ ഓർമ്മകൾ വേദനയുള്ളതായിരുന്നെങ്കിലും ഓർക്കാൻ നല്ല രസമുള്ള ഒരുപാട് ഓർമ്മകൾ തന്ന ഏറ്റവും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹമായി തുടങ്ങിയത് കുറ്റപത്രം, തലസ്ഥാനം, ഏകലവ്യൻ ഒക്കെ ആണെങ്കിലും ആ സമയം ആയപ്പോഴേക്കും എനിക്ക് തിരുവനന്തപുരത്ത് ഒരു വാടക വീടുണ്ട്, അവിടെ താമസിച്ചുകൊണ്ട്. പക്ഷെ ഏറ്റവും ഹൃദ്യമായ ഞാൻ വന്നിന്ന് കാലുകുത്തിയത് ആ പ്രദേശത്താണ്. താൽക്കാലികമായ ഒരു സിറ്റ് ആൻഡ് ഡൈൻ അറേഞ്ച്മെന്റ് ഉണ്ടാക്കിക്കൊണ്ട് കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയുടെ ഇന്റർവെൽ സീക്വൻസ് എടുത്തത് ഇവിടെയാണ്, ഈ പ്രദേശത്താണ്. രതീഷേട്ടൻ, NF വർഗീസ്, രാജൻ പി ദേവ്, അങ്ങനെ ഒരു പിടി ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് ഭയങ്കര വർണ്ണശബളമായിട്ട് സീരിയൽ ലാമ്പുകളൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഡയലോഗ് തന്നെ വളരെ വിചിത്രമാണ്. ഞാൻ കമ്മീഷണറുടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങി ആ സൗണ്ട് കേട്ട് രതീഷേട്ടൻ നോക്കി അങ്ങോട്ട് ഒരു സീരീസ് ഓഫ് ഡയലോഗ് പറഞ്ഞിട്ട് അവസാനം പറയുന്ന വാക്കിതാണ്, ഹി ഈസ് ആൻ ആസ്റ്യൂട്ട് ബാസ്റ്റേർഡ്. അവിടെയാണ് ആ സിഗ്നേച്ചർ മ്യൂസിക് ഇട്ട് ഞാൻ നടന്ന് കയറി വരുന്നത്. വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, അവിടെയാണ് എൻ്റെ ഡയലോഗ് തുടങ്ങുന്നത്. അന്ന് ഒരുപക്ഷെ ഫോണറ്റിക്സിനോ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിനോ നമുക്ക് PG പഠിക്കുന്ന കാലത്ത് അഭ്യസിപ്പിച്ച ഒരു വിദ്യയിൽ നിന്ന് ഒരു ചെറിയൊരു എക്സ്പ്ലോഷൻ നടത്തിക്കൊണ്ട് അന്ന് ഞാൻ ആ ഡയലോഗ് പറഞ്ഞത് തന്നെ ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ പൊട്ടിച്ചിട്ടാണ് പറഞ്ഞത്. അന്ന് ഇവിടെ കൂടി നിന്ന് എല്ലാവരും ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ കൈയടിച്ചു. അതിനകത്ത് വലിയ കസർത്തൊന്നുമില്ല. പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഐ നീഡ് ടു ആസ്ക് യു ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ എന്ന് പറയേണ്ടടുത്ത് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചപ്പോൾ അതിനകത്തൊരു വ്യംഗ്യമുണ്ടായിരുന്നു, ദാറ്റ് ഐ ആം ഗോയിങ് ടു ക്ലോസ് ഇൻ ഓൺ യു. ഈ ഒരു ആരവം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ ചിത്രത്തിലെ എൻ്റെ പ്രകടനത്തെ അതിനുശേഷമുള്ള ഭാഗങ്ങളൊക്കെ ചിത്രീകരിക്കുമ്പോൾ അപ്പൊ എല്ലാം കൊണ്ടും ഹൃദ്യമായ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു പ്രദേശമാണ്. നമുക്ക് ഒരുപക്ഷെ അതിന് മുമ്പുള്ള ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. മധുസാറും സുകുമാരൻ സാറും ഒക്കെ സ്ഥിരം വന്നിരുന്ന ഇതിനോട് ചേർന്ന് തന്നെ ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവിടെ സാധിച്ചു. ഇവിടെ നിന്ന് തമ്പാനൂര് വരെ ഒരു ഓട്ടം ഓടിയ രണ്ടുപേരോട് ഒരു ഓട്ടം നടത്തിയ കഥയുമൊക്കെ അമ്പിളിച്ചേട്ടൻ പറഞ്ഞു പിന്നെ കേട്ടിട്ടുണ്ട്. ജഗതി ശ്രീകുമാർ അദ്ദേഹത്തിന്റെ ഒക്കെ അവർക്കെല്ലാം വീട് ഇവിടെ തന്നെ ആയിരുന്നെങ്കിലും ഒരുപക്ഷെ അമൃത എന്ന് പറയുന്ന അവരുടെ ഒരു എന്താണ് മനസ്സാഗ്രഹിക്കുമ്പോൾ വന്ന് കയറിയിരിക്കുന്ന വീടെന്ന് പറയുന്ന സ്വഭാവം ഈ സ്ഥാപനത്തിനുണ്ടായി. പുതിയ തലമുറയ്ക്ക് അത് ബിസിനസ്സിന് വേണ്ടി എത്തുന്നവരായാലും പപ്പനാമനെയോ അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം നുകരാൻ വേണ്ടി എത്തുന്നവർക്കോ ഒക്കെ ഇതൊരു പുതിയ അനുഭവം തന്നെയായി വരും. പുതിയ അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ പഴയ അനുഭവങ്ങളുടെ ഒരു കെട്ട് ഞാനിവിടെ ഇറക്കി വെച്ചെങ്കിൽ ആ പരമ്പര ഈ പ്രസ്ഥാനത്തിന് തുടർന്നും ഇവിടെ വരുന്നവർക്കും സിനിമാ സമൂഹത്തിന് പ്രത്യേകിച്ചും സമ്മാനിക്കാൻ കഴിയട്ടെ. ആ ടിമ്പർ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. ആ പഴയ രുചി തുടരാൻ സാധിക്കട്ടെ. ഇത് ഇനി ഒരിക്കലും ഇടയ്ക്കൊരു മയക്കത്തിലേക്ക് പോകാത്ത തരത്തിൽ എൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ നിന്നുകൊണ്ട് എല്ലാവരും ആ പ്രാർത്ഥനയിൽ പങ്കുചേരും എന്നെനിക്കറിയാം. നമുക്ക് ഈ കുടുംബങ്ങളൊക്കെ ഒരുപക്ഷെ ഒന്ന് മുറിഞ്ഞ് അവകാശങ്ങളൊക്കെ മുറിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ചില അനിശ്ചിതത്വങ്ങളുണ്ട്. അമൃതയെ സംബന്ധിച്ച്
ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യമല്ല, അവകാശമല്ല, അധികാരമല്ല. അമൃതയെ കാക്ഷിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. എൻ്റെ കാര്യത്തിൽ ഞാൻ പറയും, ഒരു മന്ത്രിയായിട്ടല്ല, ഒരു കലാകാരനെന്ന നിലയ്ക്ക് സിനിമയ്ക്ക് അങ്ങനെ ഒരു നിങ്ങളെക്കാൾ അധികമായ അവകാശമുണ്ട്. എല്ലാ സഹോദരങ്ങളും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഒത്തുചേർന്ന് ഇതിൻ്റെ എല്ലാ വിങ്ങുകളും, ഞാൻ ആ മതിൽ നിന്നൊരു ഗേറ്റ് ഇട്ട് അങ്ങോട്ടും ഒരു ആക്സസ്, ഈ വഴി ആരുടെ അവകാശമാണെങ്കിലും ഈ സ്ഥാപനവും തുറന്ന് ഇതൊരു ഒരു വലിയ കോംപ്ലക്സായി തിരിച്ചു വരണം എന്ന് പറയുന്ന പ്രാർത്ഥന ഞാനിവിടെ കണ്ണിൻ്റെ മുമ്പിൽ വ്യക്തിയാണ്. അത് നടപ്പിലാവട്ടെ. എല്ലാവർക്കും അതിനുള്ള മനസ്സലിവും എല്ലാവർക്കും ഇത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ പഴയ സമ്പ്രദായം തുടരുന്നതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ വന്നത് 73-74 പ്രസാദിന് ഒരു റൂം ഉണ്ടായിരുന്നു ഇവിടെ, ഫുൾ ഡിസ്കോ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി റൂം. അങ്ങനെ വന്ന ആള് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു നമുക്ക് പ്രസാദിന്റെ റൂം പോയി. ഞാൻ പറഞ്ഞു അപ്പൊ ഹക്ക് ജി ഇപ്പോൾ ഉണ്ട്. ഹക്ക് ജി അദ്ദേഹത്തിന്റെ ഭയങ്കര അടുത്ത ബന്ധമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നപ്പം അന്ന് ഹക്ജി ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഫുൾ ഡിസ്കോ പാട്ടൊക്കെ ഇട്ട് സ്പീക്കറൊക്കെ വെച്ച് അടിപൊളി ഭയങ്കര ലൈറ്റ്. അന്നാണ് ഈ ലൈറ്റ് സിസ്റ്റം ഇതൊക്കെ കാണുന്നത്. ഇതൊരു ശരിക്കും നമ്മൾ പിന്നീട് നൈറ്റ് ക്ലബ്ബിൽ പോകുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അങ്ങനെ വന്ന് കയറിയതാണ് ഇവിടെ. പിന്നെ അതല്ലാതെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ 86 കഴിഞ്ഞ് സിനിമയിൽ വന്നതിന് ശേഷം പല പ്രാവശ്യം വന്നെങ്കിലും വീട് തൊട്ടപ്പുറത്തായതുകൊണ്ട് ഇവിടെ താമസിക്കാനുള്ളൊരു യോഗം കിട്ടിയില്ല. പക്ഷെ ഒരു വലിയ വിഷമമാണ്, ഇവിടെ താമസിക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേണുചേട്ടൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുമ്പം വേണുചേട്ടൻ പറഞ്ഞു നിങ്ങളൊക്കെ ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റൂം തന്നു. ഞാൻ പെട്ടി എടുത്തുകൊണ്ട് നേരെ അപ്പോൾ നീ എവിടെ പോകണം? ഞാൻ പറഞ്ഞു അമൃത ഹോട്ടലാണ്, ഇവിടെ നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ, ഇവിടെ വന്നാൽ പോരെ, വീട്ടിൽ വന്നാൽ പോലും. ഞാൻ അവിടെ താമസിക്കണം, എനിക്ക് താമസിച്ചേ വെക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നമ്മുടെ സുധീഷ് ഏട്ടനും ഞാനും ഒരു മുറി ഷെയർ ചെയ്തത്. അങ്ങനെ വന്ന് ഒരു പ്രാവശ്യം താമസിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഈ നസീർ സാറ് താമസിച്ച റൂമിൽ എനിക്ക് താമസിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അന്ന് നമ്മുടെ ബദർക്ക ഉണ്ടല്ലോ, ബദർക്ക, അദ്ദേഹം ഈ വയറ് വേദനയ്ക്ക് ഏത്തക്കാപ്പൊടി, അപ്പൊ അദ്ദേഹം കമലാസന വരെ മരുന്നുണ്ടാക്കിയതാണ്. അപ്പൊ ഒരു ദിവസം എന്നെ രാജീവ്നാഥ് ബാബുചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു നന്ദു ഒന്ന് അർജന്റായിട്ട് വരണം, 107 എനിക്ക് ആ റൂം നസീസാറിന്റെ റൂം നമ്പർ ഓർമ്മയില്ല, തൂണുള്ള റൂം. അപ്പൊ അദ്ദേഹം ആ റൂമിലുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാല് വയറ് വേദനയായിട്ട് കിടന്ന് പിടക്കുക. ഇദ്ദേഹം നാട്ടുകാർക്ക് മുഴുവൻ ഈ പൊടി കൊടുത്ത് വേദന മാറ്റിയിട്ടുള്ള ആൾക്ക് കയ്യിൽ പൊടിയില്ല, എന്നിട്ട് ഭയങ്കരമായിട്ട് വേദന വന്നിട്ട് കൂടെ ഇരിക്കാൻ എന്നെ വിളിച്ചോണ്ട് ഞാൻ എന്നിട്ട് അന്ന് രാത്രി അങ്ങനെ അന്നാണ് ഞാൻ ആ മുറിക്കകത്ത് കിടന്നത്. അപ്പം അങ്ങനെ ഒരു ബന്ധം. പിന്നെ ഈ ഇടിച്ചു കളഞ്ഞ മുറി അതാണ് വലിയൊരു വിഷമം. അത് എത്രയോ പ്രാവശ്യം കയറി ഇറങ്ങിയ ഒരു സ്ഥലമാണ് അത്. അപ്പൊ അങ്ങനെയൊക്കെ വലിയ ബന്ധമുള്ളതാണ്. പ്രസാദുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും പൂർവാധികം ശക്തിയായിട്ട് പോകുന്നു. എപ്പോഴും പ്രസാദിന്റെ കൂടെ തന്നെ നമ്മളെല്ലാവരും ഉണ്ട്. ഇവര് സുരേഷ് ഏട്ടനും മറ്റേ സുരേഷ് ഏട്ടനും മുകേഷ് ഏട്ടനും എല്ലാം പറഞ്ഞതാണ്, ഇതൊരു ഒരു ദുഃഖ സ്മാരകമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടുകയില്ല. ഞാൻ എനിക്ക് ഓർമ്മയുള്ള സമയത്ത് ഷീലാം അവിടെ താമസിക്കും. അപ്പൊ ഇവിടെ ആൾക്കാർ താഴെ വെളി വന്ന് നിൽക്കും, അവരെ കാണാം. അവർ വല്ലപ്പോഴും ഒന്ന് ജല്ലിക്കൂടെ നോക്കുമ്പോൾ ഒരു 1000 പേര് ആ റോഡിൽ നിൽക്കും. അത് ഞാൻ കണ്ടില്ല. എന്നെ വിളിച്ചോണ്ട് നമുക്ക് ഷീലാമെ കാണാം. ഞാൻ എവിടെ കാണാം? അത് അമൃതയുടെ മോളിൽ കാണും. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൈക്കിൾ ചവിട്ടി ഇവിടെ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ അത്ര മലയാള സിനിമയിൽ താമസിക്കാത്ത ആൾക്കാരില്ല. തിരുവനന്തപുരത്ത് അമൃത കഴിഞ്ഞാലേ ഉള്ളൂ മഹാറാണിയൊക്കെ, കോഴിക്കോട് മഹാറാണിയൊക്കെ. പക്ഷെ ഇത് ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു വലിയ തിരിച്ചു ഭരണം വന്നു കഴിഞ്ഞാൽ സിനിമാക്കാരെല്ലാവരും തിരിച്ചു വരും ഇവിടത്തേക്ക്. അത് തീർച്ചയായും ഒരു വലിയൊരു നമ്മുടെ തെക്കാടിന്റെ തന്നെ തിരുവനന്തപുരത്തിന്റെ തന്നെ ഒരു അഭിമാന സ്മാരകമാണിത്. അത് തീർച്ചയായിട്ടും അത് തിരിച്ചു വീണ്ടും ഒരു ഉഗ്രൻ ഹോട്ടലാവണം. അതൊക്കെ വലിയ ആഗ്രഹമാണ്. നടക്കുമെങ്കിൽ നടക്കട്ടെ. അതിനിടയിൽ പറഞ്ഞിട്ട് നമ്മുടെ പ്രതാപേന്ദ്രൻ ചേട്ടന്റെ കഥ ഓർമ്മയില്ലേ? കോട്ടയത്ത് ഐഡ ഹോട്ടലിൽ ഇരുന്ന് രാത്രി വെള്ളം അടിച്ചിട്ട് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് പറഞ്ഞു വണ്ടി വിടറാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് അമൃത ഹോട്ടലിൽ വിടറാന്ന് പറഞ്ഞു. അമൃത ഹോട്ടൽ. അപ്പൊ അവൻ നോക്കിയപ്പോ തിരുവനന്തപുരത്ത് അമൃത. അവൻ അവിടെ നിന്ന് ഓട്ടോ ഓടിച്ച് നേരെ രാവിലെ ആയപ്പം ഇവിടെ വന്ന് ഇറങ്ങി. അമൃതയിൽ വന്നിറങ്ങിയപ്പം പ്രതാപേട്ടൻ അപ്പത്തേക്ക് ക്ലിയറായി, ഫിറ്റൊക്കെ മാറി ക്ലിയർ ആയിട്ട് നേരെ. അപ്പൊ പ്രൊഡക്ഷൻ മാനേജർ ആ ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുത്തു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്നതാണെന്ന് 5 രൂപ 2 രൂപ 3 രൂപ കണ്ടേ ഉള്ളൂ. ഈ പ്രൊഡക്ഷൻ മാനേജർ 5 രൂപ എടുത്ത് എത്ര ഇടാൻ ചോദിച്ചു? 896 രൂപ ചോദിച്ചു. ഞാൻ ഓട്ടോറിക്ഷയുടെ വിലയല്ല ചോദിച്ചത്. ഇവിടെ ചേട്ടാ കോട്ടയം എന്താണ് വരണമെന്ന് വണ്ടി കയറി എന്നിട്ട് അമൃത വിടറാന്ന് പറഞ്ഞ് അഴിഞ്ഞു പോകുന്നെന്ന്. അങ്ങനെ അത് അമൃത. അപ്പം ലോകം മുഴുവൻ അറിയപ്പെടുന്ന സിനിമാക്കാരുടെ ഇടയിലെ ഒരു ഏറ്റവും വലിയ ഇതാണ്. അതുകൊണ്ട് തിരിച്ചത് വരണം. അതിന്റെ ഒരു തുടക്കം പ്രസാദ് കുറിച്ചു കഴിഞ്ഞു. ചേട്ടനും ചേച്ചി എല്ലാവരും ഇടപെട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച്. അതിന് രഘുവണ്ണനോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്.
അപ്പോൾ അത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. എന്തായാലും തീർച്ചയായിട്ടും നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ 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 നല്ല അത്യുന്നതങ്ങളിലേക്ക് പോട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാ ഭാവങ്ങളും പ്രസാദിനും ഫാമിലിക്കും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ. സിനിമയിൽ വന്നാൽ ആ തൊഴിൽ മറക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന ഒരു തമാശയാണ് കേട്ടോ. വേറെ ഒരു സ്ഥലത്തും ഈ തരത്തിലുള്ള കോമഡി. പക്ഷെ അതൊക്കെ അതിജീവിച്ച് ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കാട്ട് നമ്മൾ പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, മതമൈത്രി, ജാതി മൈത്രിയൊക്കെ ഉള്ള ഒരു സ്ഥലവും കൂടെയാണ്. അപ്പം ഇനി കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. സുരേഷ് പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഇത് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകണം. സിനിമാക്കാരും തിരുവനന്തപുരത്തുകാരും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാ നന്മകളും. താങ്ക് യു.